എന്നാലും മലയാളികളായ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് കെയർ ഹോമിൽ നിന്ന് കിഴപ്പ് കാട്ടിയിട്ട് ഇപ്പം സ്റ്റുഡൻസിനെ ആരും അവിടെ കെയർ ഹോമിൽ എടുക്കുന്നില്ല. Do you have a part-time job here? Do you have a part-time job? Hi brother. Do you have a part-time job here? Brother, we are also fighting, brother. ഇവിടെയൊക്കെ ശരിക്കും പറ്റിച്ചാട്ടോ ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഓരോ മൊബൈൽ കടയൊക്കെ തുടങ്ങിയിട്ടേ അവർ പറ്റിച്ച് ജീവിക്കുക കേട്ടോ. ഈ മൊബൈൽ കടയൊക്കെ ശരിക്കും പറ്റിയില്ല. എനിക്കൊക്കെ പറ്റിയിട്ട് കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞത്. Brother, do you have a part-time job here? So do you have any part-time jobs available here? No. Hi sir, any part-time availability here? There is no job at the moment, very quiet. Okay. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. ഇന്ന് ഞാനത് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. ഇത് 7 Kings ഇൽഫോർഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. ഇൽഫോർഡിൽ 7 Kings എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇങ്ങനെ UK-ൻ്റെ സ്ട്രീറ്റിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോവാണ്. ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് 1 മാസമായി. UK-ൽ എത്തിയിട്ട് ഇന്ന് 1 മാസമായി. ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. അപ്പം രാവിലെ ഇപ്പോൾ സമയം 10:15. രാവിലെ ഒരു 8 മണിയായപ്പോഴും എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ലണ്ടനിൽ പാർട്ട് ടൈം ജോബ് തപ്പി നടക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. ഇന്ന് ഞാൻ അതൊരു വീഡിയോ കണ്ടൻറ്റായിട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇടും, എന്നിട്ട് ക്യാമറ ഓണാക്കിയിട്ട് ഞാൻ ആൾക്കാരോട് പോയിട്ട് പാർട്ട് ടൈം ചോദിക്കും. എനിക്ക് ഈ ക്യാമറയും ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പോയി പാർട്ട് ടൈം ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിന്ന് പോക്കറ്റിൽ ഫോൺ ഇട്ടിട്ട് ഞാൻ പോകാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ലണ്ടനിൽ വരുമ്പോൾ പിള്ളേർക്ക് പാർട്ട് ടൈം കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതിൻ്റെ റിയാലിറ്റി ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് 7 Kings എന്ന് പറഞ്ഞ് ട്രെയിൻ സ്റ്റേഷൻ്റെ അങ്ങോട്ട് എനിക്ക് പോകണം. സോ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എൻ്റെ തൊട്ടടുത്തുള്ള NHS അല്ല GP. ഓക്കെ, അപ്പം എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഞാനിവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ അപ്പോയിൻമെൻറ്റ് ഇടണം. ഇച്ചിരി സീനാ. ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മളോട് ആദ്യം നമ്മുടെ ടെലിഫോൺ ലൈനിൽ നമ്മൾ ആദ്യം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വിളിക്കും. അവർ പറയും നെഞ്ചിന് വേദനയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം അവന് ഫുഡ് അലർജി ആയിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് കുറച്ച് മെഡിസിൻസൊക്കെ കരുതിയിട്ട് വരണം. അത്യാവശ്യം വേണ്ട പനിക്കുള്ളതും ചുമയ്ക്കുള്ളതും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ കരുതണം. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. ഇന്നിപ്പം 5 ഡിഗ്രിയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് തലവേദന, പനി, ക്ഷീണം, പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക്, എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക് ഹെൽത്ത് കണ്ടീഷൻ പെട്ടെന്ന് ബാഡാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈസ്റ്റ് ഹാമിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഈസ്റ്റ് ഹാമിൽ ഫുൾ മലയാളീസാണ്. മലയാളി ഏരിയയാണ് ശരിക്കും. നമ്മുടെ ഇന്ത്യ പോലെയാണ് അത് കിടക്കുന്നത്. ഒരു മിനി ഇന്ത്യ എന്ന് വേണമെങ്കിലൊക്കെ പറയാം, മിനി കേരളം എന്നൊക്കെ പറയും. പക്ഷേ കേരളത്തിൽ വൃത്തിയുണ്ട്, ഈസ്റ്റ് ഹാമിൽ വൃത്തിയില്ല. അതാണ് വേറൊരു സത്യം. ഞാൻ കാണിച്ചു തരാം ഈസ്റ്റ് ഹാമിൻ്റെ തിരുവോരങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇടും, എന്നിട്ട് ഞാൻ പോയിട്ട് പാർട്ട് ടൈം ചോദിക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ ഞാനിത് ഇൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇൽഫോർഡല്ല സോറി 7 Kings എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. നമുക്കിത് ഈ കടയിൽ കയറിയിട്ടൊന്ന് പാർട്ട് ടൈം ചോദിച്ചു നോക്കാം. ഓക്കെ, ആക്ഷൻ. Hi. Hello, yeah. Do you have a part-time job here? Sorry. No. Okay, thank you. Guys, part-time job ഇല്ല ബ്രോ, part-time job ഇല്ല. ഇതൊന്ന് 2ാമത്തെ കടയാണ്. ഇത് നമുക്ക് ഇവിടെ നേരെ ചോദിച്ചേക്കാം. Do you have a part-time job? ഓക്കെ, ഇവിടെ പാർട്ട്-ടൈം ഇല്ല. ഇന്നത്തെ വീഡിയോൻ്റെ ഓറിയൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും. കാരണം എനിക്ക് പോക്കറ്റിൽ ഫോണ് ലാൻഡ്സ്കേപ്പായിട്ട് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഞാൻ ഇന്ന് ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 7 Kingsൻ്റെ തിരുവോരം. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. ബെസ്റ്റ് ഹലാൽ ബുച്ചേഴ്സ്. Hi brother, do you have a part-time job here?
Brother, we are also fighting, brother. ഓ ഓക്കെ ഫൈൻ ഫൈൻ. ഗൈസ് ഇവിടെ എല്ലാവരും പാർട്ട് ടൈം ജോബ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ ഏറ്റവും ബെസ്റ്റ് മുടിക്കടയാണ്. ഇവിടെ വന്നിട്ട് മുടി വെട്ടാൻ അറിയെങ്കിൽ അത് നല്ലൊരു ജോബായിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം മുടി വെട്ടാനൊക്കെ ഇവിടെ നല്ല റേറ്റാണ്. ഏകദേശം നാട്ടിലൊരു 2000-3000 രൂപയൊക്കെ വരും മുടി വെട്ടുന്നതിന്. അപ്പം അത് നല്ലൊരു പരിപാടിയായിരിക്കും. ഗൈസ് ഞാൻ 7 കിങ്സ് പണി കിട്ടാതിരുന്നിട്ട് ഞാൻ നേരെ വണ്ടി കയറി ഇൽഫോർഡിൽ വന്നിറങ്ങി. ഇൽഫോർഡിൽ കാണുന്ന സ്റ്റാർബക്സ് ഉണ്ട്, സെയിൻസ്ബറി ഉണ്ട്, KFC ഉണ്ട്, ഗ്രെക്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഒന്നും പാർട്ട് ടൈം ഇല്ല. അതാണ് വേറൊരു സത്യം. ഇവിടെയൊക്കെ ശരിക്കും പറ്റിച്ചാട്ടോ ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഓരോ മൊബൈൽ കടയൊക്കെ തുടങ്ങിയിട്ടേ അവർ പറ്റിച്ച് ജീവിക്കുന്നുണ്ട്. ഈ മൊബൈൽ കടയൊക്കെ ശരിക്കും പറ്റിയില്ല. എനിക്കൊക്കെ പറ്റിയിട്ട് കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞത്. നല്ലോണം ഇവിടെ നിന്ന് പറ്റിക്കുന്നുണ്ട് ഇവർ. അപ്പം ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ചോർ ബസാറില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയ. നമ്മുടെ ഇന്ത്യയിലെ ചോർ ബസാറില്ലേ, ആ ഒരു ഏരിയ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പം ഞാൻ ഇനിയും പാർട്ട് ടൈം തപ്പി നടക്കുവാണ്. നമുക്ക് നോക്കാം. നമുക്ക് ആ ഇൻ്റർനാഷണൽ സൂപ്പർ മാർക്കറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം പാർട്ട് ടൈം ഉണ്ടോ ഇല്ലയോ എന്ന്. Brother, do you have a part-time job here? No. Oh, sorry. നാട്ടിൽ നിന്ന് പൈസ വന്ന നമ്മളിവിടെ രാജാക്കന്മാരാട്ടോ. നാട്ടിൽ നിന്ന് പൈസ അപ്പനും അമ്മയും അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതും വെച്ച് ജീവിക്കാൻ സെറ്റാണ്. ഞാനിപ്പോൾ ആ കടയിൽ കയറിയിട്ട് എൻ്റെ ഓയിസ്റ്റർ കാർഡ് ഞാൻ റീചാർജ് ചെയ്തു. ബസ്സിൽ പോകണമെങ്കിൽ നമ്മൾ ഓയിസ്റ്റർ കാർഡ് എടുക്കണം. നമ്മൾ ടാപ്പ് ചെയ്താണ് ഇവിടുത്തെ ബസ്സിൽ കയറുന്നത്. അപ്പം നാട്ടിൽ നിന്ന് പൈസ വന്നാൽ നമുക്ക് ഇവിടെ രാജാവായിട്ട് ഇഷ്ടം പോലെ അടിച്ച് പൊളിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ അത്രയും ഫണ്ട് ഫ്ലോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വേണം. പക്ഷേ ഇവിടെ നിന്നൊരു പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നാട്ടിലിപ്പം 25,000 രൂപ അല്ലെങ്കിൽ ഒരു 30,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപ, 50,000 രൂപ കൂട്ടി 50,000 രൂപ ഒരു മാസം ഏൺ ചെയ്യുന്ന ഒരാൾ ഇവിടെ ഒരു 5 ദിവസം ഇവിടെ വർക്ക് ചെയ്താൽ സുഖമായിട്ട് 50,000 രൂപ ഇവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നാട്ടിലെ 50,000 രൂപ ഇവിടെ ഒരു 5 ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നാട്ടിലെ 50,000 രൂപ ഒരു മാസം കിട്ടും. 30 ദിവസം കൊണ്ട് അവിടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ഇവിടെ 5 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. എല്ലാ ബസ്സും ഡബിൾ ഡെക്കറൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓയിസ്റ്റർ കാർഡ്. ഈ ഓയിസ്റ്റർ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ മെട്രോയിൽ, ട്രെയിനിൽ, ട്യൂബിൽ, അങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് ട്രാവൽ ചെയ്യാം. ബസ്സിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിൽ കൂടെ നമ്മൾ ടാപ്പ് ചെയ്ത് കയറി വരുന്നു, ഈ ബാക്കിലെ ഡോറിൽ കൂടെ ഇറങ്ങിപ്പോകും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഞാനത് ഇവിടുന്ന് എൻ്റെ സ്റ്റേഷനിലേക്കുള്ള ബസ്സിലേക്ക് ഞാൻ കയറി. ഇവിടുത്തെ ബസ്സൊക്കെ അറിയപ്പെടുന്നത് ഇങ്ങനെ നമ്പറിലാണ്. ഓക്കെ, 25. ഇപ്പം ഞാൻ കയറിയിരിക്കുന്ന 147 ആണ്. അപ്പം നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ കറക്റ്റ് ഏത് സമയത്ത് ബസ് വരുമെന്നും ഇവരെല്ലാം ഭയങ്കര ടെക്നോളജിക്കലി ഭയങ്കര അടിപൊളിയാട്ടോ. അതുകൊണ്ട് ഏത് സ്ഥലത്ത് ഏതെങ്ങോട്ട് ബസ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കി കയറി പോയാൽ മതി. എനിക്കിനി ഇവിടെ ഒരു 10 സ്റ്റോപ്പ് മറ്റുണ്ട്. അങ്ങനെ ഞാൻ ഈസ്റ്റാമിൽ വന്ന് കാല് കുത്തിയിട്ടുണ്ട്. നമുക്കിനി ഓരോ സൈഡിൽ കയറി നോക്കാം. ഞാനിനി എൻ്റെ മൊബൈൽ ഞാൻ പോക്കറ്റിലിടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചു. ഇത് SBI UK, നമ്മുടെ നാട്ടിലെ SBI. So do you have any part-time jobs available here? No. Okay. ഇവിടെ part-time job ഇല്ല. How many part-time job availability here? You can drop the CV in the online or the email on the door. Okay. ഇവിടുന്ന് ഈ കടയിൽ ഈ സാംപൗണ്ട് സ്റ്റോഴ്സ്, ഇവിടെ ജസ്റ്റ് ഒരു CV ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ CV അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സെയിം എല്ലാം പാഡി പവർ. ഇതൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടത്തില്ല. അതാണ് വേറൊരു സത്യം കേട്ടോ. ഇങ്ങനത്തെ ഈ ചെറിയ ഷോപ്പുകൾ ചോദിച്ചിട്ട് അവിടെ തന്നെ നിൽക്കൽ നടക്കുള്ളൂ. ഈസ്റ്റാം എന്ന് പറയുന്നത് എൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ 3 മൈലുണ്ട്. ഏകദേശം ഒരു 6 കിലോമീറ്റർ എടുത്ത് നോക്കാം എന്താവും. JD എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കാം. പൈസ അങ്ങനെ അവിടെ കണ്ട സാംപൗണ്ട്സ് UK എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ ഞാൻ എൻ്റെ CV കൊടുത്തിട്ടുണ്ട്. പക്ഷേ കിട്ടത്തില്ലായിരിക്കും. കാരണം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. CV കൊടുക്കുക ഇത് തന്നെയാണ് സംഭവം. നമുക്ക് നോക്കാം. അടുത്ത് ഈ പ്രൈമാർക്കിൽ ഒന്ന് കയറി നോക്കാം. പ്രൈമാർക്കിൽ കയറി നോക്കി. പ്രൈമാർക്കിൽ എല്ലാം ഓൺലൈനാണ്. പക്ഷേ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അതാണ് വേറൊരു സത്യം. നോക്കാം. ജസ്റ്റ് ആസ്ക് ചെയ്യാം.
Any part-time job availability here? You can speak to the manager. Are you full-time or part-time? Part-time. Part-time. Still, I need to check with him first. Okay. Abdullah sir, do we have any jobs? Part-time. So, sir, any part-time job availability here? At the moment. Sorry. Hi, sir. Any part-time availability here? There is no job at the moment. It's very quiet. Okay. Hey, ma'am, any part-time availability here? Sorry. No. Thank you. Sorry? No. Thank you. അവരെന്നെ ആട്ടി വിട്ട് ഗൈസ്. യോ ഗൈസ്, അങ്ങനെ ഈസ്റ്റ് ഹാമിൽ നിന്നും ജോലിയെല്ലാം അന്വേഷിച്ച് ജോലി കിട്ടാതെ ഞാനിതാ ഇവിടെ സൈഡിലുള്ള ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്നത് അനിഷ്കേനെ ഞാനിവിടെ വെച്ച് കണ്ടത്. ഇല്ല, ഇവിടെ വെച്ച് കണ്ടതല്ല, അവളെന്നെ വിളിച്ചു. ഇവളും ജോലി തപ്പി ഇറങ്ങി. എന്താ അവസ്ഥ? പറ, എന്താ അവസ്ഥ? ഒന്നും കിട്ടില്ല. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് വന്നാലൊക്കെ ഓക്കെയാണ്. ബട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതെ, ഫസ്റ്റ് ടൈം ഭയങ്കര സ്ട്രഗിളാണ്. ഈ UK ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വീണ്ടും വേറെ ജോലിയിലേക്ക് മാറുമ്പോൾ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ ഫ്രഷേഴ്സ് ആണല്ലോ, നമുക്ക് പ്രയോറിറ്റി ഇല്ല. പാർട്ട് ടൈമിന്റെ കാര്യമായിട്ട് പറയുന്നത്. ഫീൽഡ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കെയർ ഹോമിലൊക്കെ നിൽക്കാം. പക്ഷെ എന്നാലും മലയാളികളായ ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് കെയർ ഹോമിൽ നിന്ന് കിഴപ്പ് കാട്ടിയിട്ട് ഇപ്പം സ്റ്റുഡൻസിനെ ആരും അവിടെ കെയർ ഹോമിൽ എടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ഈ കെയർ ഹോമിൽ വർക്ക് ചെയ്യാം, കുറേ പാർട്ട് ടൈം ഉണ്ടാക്കി ലോണെല്ലാം അടച്ചു തീർക്കാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ട് ഇവള് എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഇവളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇത് നമ്മുടെ കുബൂസ് പോലത്തെ ഒരു സാധനം, റൊട്ടി. യെസ്, ഇത് നല്ലൊരു ചിക്കൻ കറി, ഭയങ്കര എരിവുള്ളൊരു സാധനമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നത് കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.